നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സഹകരണത്തോടെ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കുടിശ്ശിക അദാലത്ത് സംഘടിപ്പിച്ചു. ക്ഷേമനിധി ഓഫീസിൽ നിന്നും നോട്ടീസ് കിട്ടിയ വ്യാപാരികൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിലാണ് കുടിശ്ശിക അദാലത്ത് സംഘടിപ്പിച്ചത്. നമ്മൾ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം എല്ലാ സ്ഥാപനങ്ങളും അവിടെയുള്ള തൊഴിലാളികളെ നമ്മൾ ഈ ക്ഷേമനിധി ബോർഡിൽ ചേർക്കണം. അത് ഉടമയുടെ ഉത്തരവാദിത്തമാണ്. അതിൽ അടയ്ക്കേണ്ട അമൗണ്ട് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഒരു തൊഴിലാളിയുടെ പേരിൽ 100 രൂപ അടയ്ക്കണം. 50 രൂപ തൊഴിലാളി വീതവും 50 രൂപ മുതലാളി വിഹിതമാണ്. അങ്ങനെ ഇത് അടയ്ക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മുതലാളിക്കാണ്. ഇതിൽ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. ഇതിൽ പ്രധാന ആനുകൂല്യം എന്ന് പറയുന്നത് പെൻഷനാണ്. 60 വയസ്സ് വരെ, അതായത് 10 വർഷം തുടർച്ചയായി 60 വയസ്സ് വരെ വിഹിതം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കുന്ന തുകയുടെ പകുതി തൊഴിലാളി വിഹിതം തിരിച്ചു കിട്ടുകയും അതുപോലെ തൊഴിലാളിക്ക് പെൻഷനുമുണ്ട്. പിന്നെ പെൻഷൻ മുന്നേ കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് വിവാഹാനുകൂല്യം. അതായത് അംഗങ്ങളുടെ 2 പെൺമക്കൾക്ക് 7500 രൂപ വിവാഹ ധനസഹായമായി കിട്ടുന്നുണ്ട്. അതുപോലെ പുരുഷ അംഗത്തിന് 5000. ഇപ്പോൾ അംഗം സ്ത്രീ ആണെങ്കിൽ സ്ത്രീക്കും 7500. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ആനുകൂല്യം എന്ന് പറയുന്നത് പ്രസവാനുകൂല്യം. അംഗങ്ങൾ സ്ത്രീകളാണെങ്കിൽ 2 പ്രസവത്തിന് നമുക്ക് ഇതിൽ നിന്ന് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ മക്കളുടെ പഠിത്തത്തിന് ഓരോ കൊല്ലം പഠിക്കുന്നതിനുള്ള സ്കോളർഷിപ്പ്, അതുപോലെ നമുക്ക് 10ാം ക്ലാസ്, +2, ഡിഗ്രി, PG നല്ല മാർക്കോടെ പാസ്സായി കഴിഞ്ഞാൽ അതിനുള്ള ക്യാഷ് അവാർഡും ഇതിന് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ ചികിത്സ, അതുപോലെ തന്നെ മരണാനന്തര ചെലവ്. നമ്മൾ അംഗം മരണപ്പെട്ട് കഴിഞ്ഞാലോ അംഗത്തിൻ്റെ ആശ്രിതർ മരണപ്പെട്ട് കഴിഞ്ഞാലോ കാലയളവ് അനുസരിച്ച് നമുക്കിതിൽ നിന്ന് ആ ധനസഹായമായി നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഇത്രയാണ് നമുക്കിതിലുള്ള ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സർക്കാർ നമ്മുടെ ഈ കടകളിൽ തൊഴിലാളികളെ നിലനിർത്തി, അതായത് നമുക്ക് നമ്മുടെ സാഹചര്യം അറിയാലോ, നമ്മൾ കടകൾ തൊഴിലാളികൾ കുറച്ച് കാലം കഴിഞ്ഞാൽ തന്നെ വേറെ മേഖലയിലേക്ക് മാറുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി കടകളിൽ തൊഴിലാളിയെ നിലനിർത്താൻ വേണ്ടി സർക്കാർ കൊണ്ടുവരുന്ന സ്കീമാണിത്. കാരണം ഇത്തരം ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് ലഭ്യമാകുമ്പോൾ അവരിത് നിലനിർന്നു പോകുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സർക്കാർ ഈ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ അമൗണ്ട് അടയ്ക്കുന്നതിനും അതുപോലെ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനും എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അമൗണ്ട് തുടർച്ചയായി, അതായത് വിഹിതം 3 മാസം തുടർച്ചയായി അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന തുകയുടെ 10% ഫൈനായി വരുന്നുണ്ട്. എല്ലാ മാസം അടയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ അഡ്വാൻസ് ആയിട്ട് തുക അടയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ അംശാദായം അടയ്ക്കും, പക്ഷേ നമുക്ക് എന്താ പറയുക, ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാത്ത പ്രവണതയിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ആനുകൂല്യങ്ങൾക്ക് സമയബന്ധിതമായി ആ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ആനുകൂല്യങ്ങളും അപേക്ഷിക്കുക. ഇത്ര ആനുകൂല്യം നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയോട്, ഈ ഒരു സ്കീമിനോട് എല്ലാവരും സഹകരിക്കുന്നത്. ക്ഷേമനിധി ബോർഡ് DEO മനുമോഹൻ P, ക്ലർക്ക് അജയൻ, ഓഫീസ് അറ്റൻഡർ ഹമീദ്, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ്, ട്രഷറർ PA റഷീദ്, വൈസ് പ്രസിഡന്റ് C മമ്മി, സെക്രട്ടറിമാരായ ഷബീബ്, അനിൽകുമാർ, ഷാഫി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. TVN ന്യൂസ്, തിരൂർ. എന്നാലും ഗൾഫിലിരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല. ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവളുടെ ഐഡിയക്ക് ചെയ്തതല്ല. എന്നാലും ഈ ഫ്ലോറിങ്ങും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക്, അതിനെന്താ? ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡെന്നാ. അവിടെയാണെങ്കിൽ 2-3 നിലയിൽ ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും. മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം.